അങ്കത്തട്ടിൽ അംഗം വെട്ടിയ തച്ചോളി മാണിക്കോത്ത് ഉദയനന്റെ വടക്കൻ പാട്ടിലെ വീരഗാഥകൾ കേരളം കേട്ടിട്ടുണ്ടാവും. എതിരാളികളെ അങ്കക്കലി പുരണ്ട എതിരാളികളുടെ അംഗം വെട്ടി പരാജയപ്പെടുത്തിയ തച്ചോളി മാണിക്കോത്ത് പൊന്നുദയനൻ വടക്കൻ പാട്ടിലെ വീരകഥകൾ കൊണ്ട് പുളകിതമായ കടത്തനാടിന്റെ അംഗക്കളരി. കടത്തനാടിന്റെ അംഗച്ചേകവരുടെ അംഗക്കളരികൾക്ക് ഇന്നും പഞ്ഞം വന്നിട്ടില്ല. ഇന്നും കടത്തനാടൻ കളരികൾ എങ്ങും സജീവമാണ്. ആ കടത്തനാടൻ അംഗക്കളരിയിൽ തച്ചോളി മാണിക്കോത്ത് പൊന്നുദയനെ പോലെ ഉദയം കൊണ്ട ഒരു നേതാവിന്റെ കഥയുണ്ട്. ആരാണെന്നല്ലേ? കരിമ്പനകളുടെ നാട്ടിൽ തേര് തെളിച്ച ഉദയനന്റെ നാട്ടിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകാൻ നിയോഗിക്കപ്പെട്ട അവന്റെ പേര് പറമ്പിൽ ഷാഫി. ഷാഫി പറമ്പിൽ. അതെ, CPM-കാരന്റെ കണ്ണിലെ കരട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കെ മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ മാറുന്നു, സിറ്റിംഗ് MP. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്നറിയില്ല. CPM വടകര തിരിച്ചു പിടിക്കണം. ഒഞ്ചിയത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പേറുന്ന CPM-ന്റെ ഐതിഹാസ ഭൂമിയിൽ ഒരുപാട് നാളായി കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, 2019 കെ മുരളീധരൻ. അതുകൊണ്ട് CPM-കാരന് ഉറക്കം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ്. CPM-കാരന് അവിടെ ജയിച്ചു കയറണം. ജയരാജനെ മത്സരരംഗത്തിറക്കി. CPM-ന്റെ കിരീടമക്കത്തെ രാജാവെന്നവർ പറയുന്ന P ജയരാജനെ പടിയടച്ച് പിണ്ടം വെച്ച് വടകര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ ഷംസീറിനെ ഇറക്കിയൊരു പരീക്ഷണം നടത്തി. പടിയടച്ച് പിണ്ടം വെച്ചു വടകരയിലെ വോട്ടർമാർ. P ജയരാജന്റെ സഹോദരി P സതീദേവിയെ എന്ന് പരീക്ഷിച്ചു. സിറ്റിംഗ് MP ആയിരുന്നു 2009 അവർ. സതീദേവിയെയും ജനങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചു. തിരിച്ചു പിടിക്കണം വടകര. ഏതാണ് വടകര? തലശ്ശേരിയും കൂത്തുപറമ്പും പേരാമ്പ്രയും നാദാപുരവും വടകരയും കൊയിലാണ്ടിയും ചേരുന്ന വടകര ലോക്സഭാ മണ്ഡലം. CPM ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്തു. അവിടെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ, യുവാക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നേതാവ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. വടകര അടക്കാത്തെരു മുതൽ ശ്രീനാരായണ നഗർ വരെയുള്ള വടകരയുടെ തെരുവുകളിൽ ആളുകൾ കൂടുന്നു. ആയിരങ്ങൾ ഷാഫി പറമ്പിലിനെ കാണാൻ വടകരയിൽ ഒത്തുചേരുകയാണ്. വടകരയിലെ അംഗക്കളരിയിൽ ഷാഫി പറമ്പിൽ ഒരു ഉദയനനെ പോലെ അംഗം വെട്ടിയപ്പോൾ CPM-ന്റെ എല്ലാ സ്വപ്നങ്ങളും അവിടേക്ക് നഷ്ടപ്പെടുകയാണ്. ടീച്ചറമ്മയെ പറഞ്ഞയച്ച, ടീച്ചറമ്മയെ ആകാശത്തേക്ക് പറപ്പിച്ച ഷാഫി പറമ്പിൽ കള്ളപ്രചരണങ്ങളുമായി വടകരയിലെത്തിയ സാക്ഷാൽ KK ശൈലജയെ വടകരയിൽ നിന്ന് വീണ്ടും നിയമസഭാ മന്ദിരത്തിലേക്ക് ഷാഫി പറഞ്ഞയച്ചു. 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം. കാഫിർ വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തിറക്കി. ഒരു കാര്യവുമില്ല. മതവർഗീയവാദത്തിന്റെ ഏറ്റവും അവസാന തലത്തിലേക്ക് CPM എത്തി. ഷാഫിയുടെ രോമം തൊടാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഷാഫി പറമ്പിൽ മാജിക്. CPM-കാർക്ക് ഇപ്പോഴും ഉറക്കമില്ല. ഷാഫിയെ തെരുവിൽ തടയാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. ഷാഫി അവിടെ നെഞ്ചു വിരിച്ച് റോഡിലിറങ്ങിയപ്പോൾ പിന്തിരിഞ്ഞോടി CPM-ന്റെ DYFI-യുടെ കുട്ടി സഖാക്കൾ. വടകരയുടെ മണ്ണിൽ ഷാഫി പുതുചരിത്രം രചിക്കുകയാണ്. വടകരയുടെ മണ്ണിൽ നഷ്ടപ്പെട്ട പാരമ്പര്യം, നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ പ്രതാപം ഇത്തവണ കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. വടകര മാത്രമാണ് ഇപ്പോൾ UDF-ന്റെ കയ്യിലുള്ളത്. എഴുതി വെച്ചോ CPM-കാര. കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, വടകര, കൂത്തുപറമ്പ്, തലശ്ശേരി നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോവുകയാണ്. CPM-ന്റെ മുഴുവൻ സിറ്റിംഗ് സീറ്റുകളും പിടിച്ചെടുക്കാതെ തനിക്ക് വിശ്രമമില്ല എന്നാണ് ഷാഫി പറമ്പിലിന്റെ പ്രഖ്യാപനം. അതെ, യുദ്ധഭൂമികയിൽ പടനയിച്ച കൗരവ പാണ്ഡവ യുദ്ധത്തിൽ വില്ലുകുലച്ച ശ്രീരാമനെ പോലെ, തേര് തെളിച്ച ശ്രീകൃഷ്ണനെ പോലെ, കൗരവ പാണ്ഡവ യുദ്ധത്തിൽ തേര് തെളിച്ചവരെ പോലെ, വില്ലുകുലച്ചവരെ പോലെ, കുരുക്ഷേത്ര യുദ്ധത്തിൽ അധർമ്മത്തിനെതിരെ ധർമ്മത്തിന്റെ തേര് തെളിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ ഇതാ ഈ നവധർമ്മ യുദ്ധത്തിൽ കോൺഗ്രസിന്റെ തേര് തെളിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഇല്ലാ കഥകൾ പാടി വല്ലാത്ത സമരം ചെയ്ത ഷാഫി പറമ്പിൽ ഇല്ലാതാക്കാമെന്ന് DYFI-കാരൻ കരുതണ്ട. കാരണം അദ്ദേഹം ജീവിക്കുന്നത് കേരളത്തിന്റെ ജനങ്ങൾക്കിടയിലാണ്. ആ ജനമനസ്സിൽക്കിടയിൽ ഷാഫി പറമ്പിൽ സ്ഥാനം നേടിക്കഴിഞ്ഞു. ഷാഫിയെ വെല്ലുവിളിക്കാനുള്ള ത്രാണിയൊന്നും നിലവിൽ DYFI-ക്ക് ഇല്ല എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്.